ഹലോ, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻപുട്ട് ഡിവൈസസിനെക്കുറിച്ചും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെക്കുറിച്ചും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു ഹാർഡ്വെയർ ഭാഗമാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക്, ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്. അതെ, അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നും പുറത്തേക്ക് എന്തെങ്കിലും വിവരങ്ങൾ നമ്മൾക്ക് ലഭ്യമാകുന്ന ഡിവൈസസിനെ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അത്തരം ഇൻഫർമേഷൻ തരുന്ന ഏതെങ്കിലും ഡിവൈസസിനെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് പല രീതിയിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കാറുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ടുകൾ നമ്മൾ എടുക്കാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ടെക്സ്റ്റായിട്ട് ഔട്ട്പുട്ട് നമ്മൾ ലഭ്യമാക്കാറുണ്ട്, വീഡിയോസായിട്ട് ലഭ്യമാക്കാറുണ്ട്, ഓഡിയോ അല്ലെങ്കിൽ ശബ്ദങ്ങളായിട്ട് നമ്മൾ എടുക്കാറുണ്ട്, ഗ്രാഫിക്സായിട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഡിവൈസസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ജനറലി കമ്പ്യൂട്ടറിൽ നിന്നും പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത് അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ഡിവൈസസിനാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സോഫ്റ്റ് കോപ്പി ഡിവൈസസും മറ്റൊന്ന് ഹാർഡ് കോപ്പി ഡിവൈസസ്. സോഫ്റ്റ് കോപ്പി ഡിവൈസസ് എന്ന് പറഞ്ഞാൽ അത് ഇൻടാഞ്ചിബിൾ ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത്. എന്താണ് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ? ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് സ്പർശിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ തൊട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ തൊട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഔട്ട്പുട്ട് ആണ് ഇൻടാഞ്ചിബിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത്തരം ഇൻടാഞ്ചിബിൾ ഔട്ട്പുട്ട് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് ഡിവൈസസിനെ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയും, അല്ലെങ്കിൽ അത്തരം ഔട്ട്പുട്ടിനെ സോഫ്റ്റ് കോപ്പി എന്ന് പറയും. നമുക്കറിയാം, ഒരു പേപ്പറിൽ നമ്മൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പറിൽ സ്പർശിക്കാൻ കഴിയും, തൊടാനായിട്ട് പറ്റും. അപ്പോൾ ആ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹാർഡ് കോപ്പി ആയിട്ട് അല്ലെങ്കിൽ തൊട്ട് നമ്മുടെ കൈകൾ കൊണ്ട് ഫീൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് തരുന്ന ഡിവൈസസിനെ ടാഞ്ചിബിൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയും. ചില പ്രധാന ഔട്ട്പുട്ട് ഡിവൈസസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. വളരെ പ്രധാനമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു മോണിറ്ററാണ്. എല്ലാ കമ്പ്യൂട്ടറുകൾക്കും, പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്കും നമുക്ക് ഈ മോണിറ്റർ കാണാനായിട്ട് കഴിയും. ഇതെവിടെയും ചില മോണിറ്ററുകൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു മോണിറ്റർ എന്ന് പറയുന്നത്, ഒരു കമ്പ്യൂട്ടർ മോണിറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ CPU-യിൽ നിന്നും അല്ലെങ്കിൽ ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്നും നമ്മൾ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എടുക്കുന്ന പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ മോണിറ്ററാണ്. നമുക്ക് റിയൽ ടൈമിൽ കണ്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഔട്ട്പുട്ട് ഡിവൈസാണ് ഒരു മോണിറ്റർ എന്ന് പറയുന്നത്. നമ്മൾ മോണിറ്റർ എന്ന് ഇതിനെ പറയുമെങ്കിലും ടെക്നിക്കലി ഇത് അറിയപ്പെടുന്നത് VDU എന്നാണ്. VDU എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു ഡിസ്പ്ലേ തരുന്ന യൂണിറ്റ്, അതാണ് VDU അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഇങ്ങനെയാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നാണ് സാധാരണ രീതിയിൽ മോണിറ്റർ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് VDU എന്നാണ്. നമുക്കറിയാം, കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ സ്ക്രീനിലേക്ക്, ഈ കാണുന്ന സ്ക്രീനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ആ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വിഷ്വൽസാണ് നമ്മൾ കാണുന്നത്. പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള മോണിറ്റേഴ്സ് ഉണ്ട്. CRT മോണിറ്ററുകളുണ്ട്, LCD മോണിറ്ററുകളുണ്ട്, LED മോണിറ്ററുകളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ 3 തരത്തിലുള്ള മോണിറ്ററുകൾ ഇന്ന് ലഭ്യമാണ്. CRT, LCD, LED എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ തരം മോണിറ്ററാണ് CRT മോണിറ്റർ. CRT മോണിറ്ററിന് പറയുന്ന മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ CRT എന്നത് കാഥോഡ് റേ ട്യൂബ് എന്ന ഒരു ഡിസ്ക്രിപ്ഷന് അതിൻ്റെ ഷോർട്ട് ഫോമാണ് CRT, കാഥോഡ് റേ ട്യൂബ്. കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞാൽ തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് വളരെ ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള ഇലക്ട്രോൺസ് ഒരു ഇലക്ട്രോൺ ഗൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രോൺ ഗൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് മുന്നിൽ വരുന്ന ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ പതിക്കുമ്പോൾ അവിടെ കളറുകൾ ഡിസ്പ്ലേഡ് ആവുന്നു. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലും സയൻസുമായിട്ട് അല്ലെങ്കിൽ ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഒന്ന് തെർമിയോണിക് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്. നമുക്കറിയാം, ആറ്റത്തിനകത്ത് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, ഇങ്ങനെ 3 വിവിധ ഭാഗങ്ങൾ ഒരു ആറ്റത്തിനുണ്ട്. ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസിനെ
പുറത്തേക്ക് തള്ളുന്ന രീതിയിൽ ഒരു 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 ഫിസിക്കൽ പ്രോപ്പർട്ടി അവിടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺസ് മുഴുവനായിട്ട് വളരെ ശക്തിയിൽ പുറത്തേക്ക് ചീറ്റി തെറിക്കുന്നു. ഈ ചീറ്റി തെറിക്കുന്ന ഇലക്ട്രോൺസ് ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു കെമിക്കൽ കോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീനിൽ വന്ന് പതിക്കും. ഈ സ്ക്രീനിൽ വന്ന് പതിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് കളറുകൾ ഡിസ്പ്ലേഡ് ആകുന്നത്. CRT മോണിറ്ററുകൾക്ക് വളരെ അധികം ഗുണങ്ങളും അതോടൊപ്പം ചില ദോഷവശങ്ങളുണ്ട്. ഗുണങ്ങളെ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഹൈ റെസൊല്യൂഷനിലുള്ള ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് വ്യൂ ചെയ്യാനായിട്ട് കഴിയും. കാരണം ഇലക്ട്രോൺസും ഫ്ലൂറസൻ സ്ക്രീനും ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല ക്ലാരിറ്റിയിലുള്ള പിക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ഇത് വളരെ അഫോർഡബിളാണ്, വളരെ ലോ കോസ്റ്റ് ടെക്നോളജിയാണ്. വളരെ പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്ന എന്നാൽ വളരെ കോസ്റ്റ് കുറഞ്ഞ ടെക്നോളജിയാണ് ഈ CRT ട്യൂബിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും വളരെ കുറവാണ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാനായിട്ട് കഴിയുന്ന തരം മോണിറ്ററുകളുമാണ് ഇത്തരം CRT മോണിറ്ററുകൾ. അതും കൂടാതെ ഇതിനകത്ത് ഒരു വെറൈറ്റി ഓഫ് ഭയങ്കര റേഞ്ചിലുള്ള കളേഴ്സ്, കളറിൻ്റെ വളരെ മൈന്യൂട്ട് റേഞ്ചസ് പോലും ചേഞ്ചസ് പോലും ഇതിനകത്ത് നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റും, കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. കളർ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കളറുകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഈ CRT മോണിറ്റേഴ്സിനുണ്ട് എങ്കിലും ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ റേഡിയേഷനാണ്. നമുക്ക് അറിയാം ഇലക്ട്രോൺസാണ് ഇതിനകത്ത് ഈ ഫ്ലൂറസൻ സ്ക്രീനിൽ വന്ന് പതിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും ഒരു എനർജി റേഡിയേഷനായിട്ട് പുറത്തിരിക്കുന്ന ഈവൻ മനുഷ്യർക്ക് പോലും അത് കിട്ടും. അതുകൊണ്ട് തന്നെ അത് ലോങ് ടേമിൽ ആരോഗ്യത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ഹാനികരമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ചൂട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇത് ഡിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പവർ ലോസാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ കൺസംഷനും ഇലക്ട്രിസിറ്റി കൺസംഷനും ഇത്തരം CRT മോണിറ്ററുകൾക്ക് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 ഡിസഡ്വാൻറ്റേജസും ഈ CRT മോണിറ്റേഴ്സിന് ഉണ്ട്. മറ്റൊരു പ്രധാന തരം മോണിറ്ററാണ് LCD മോണിറ്റർ. CRT എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ട്യൂബ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ LCD എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് LCD. അപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റേഴ്സാണ് LCD മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇന്നും പ്രചാരത്തിലുള്ള ഒരു ടെക്നോളജി തന്നെയാണ് LCD ടെക്നോളജി എന്ന് പറയുന്നത്. ഇന്നും നമുക്ക് LCD മോണിറ്ററുകൾ വാങ്ങാനായിട്ട് വിപണിയിൽ ലഭ്യമാണ്. LCD മോണിറ്റേഴ്സ് പ്രവർത്തിക്കുന്നത് ലൈറ്റിൻ്റെ പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റിയെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് LCD ടെക്നോളജി അല്ലെങ്കിൽ LCD മോണിറ്റേഴ്സ് ഫങ്ഷൻ ചെയ്യുന്നത്. ലൈറ്റിനെ അത് പോളറൈസ് ചെയ്യും. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കറിയാം ലൈറ്റ് വേവ്സായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകാശം തരംഗങ്ങളായിട്ടാണ് മുന്നോട്ട് ട്രാവൽ ചെയ്യുന്നത്. ഈ ട്രാവലിംഗ് തരംഗങ്ങളെന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള വേവ്സ് ഉണ്ട്. ഒന്ന് വെർട്ടിക്കൽ വേവ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ വേവ്സ് ഉണ്ട്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ലംബമായിട്ട് പോകുന്ന തരംഗങ്ങളുണ്ട്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള തരംഗങ്ങളുമുണ്ട്. അപ്പോൾ ഇതിലേതിനെങ്കിലും ഒന്നിനെ കട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിനെ പോളറൈസ് ചെയ്തുകൊണ്ട് ഒരു ക്രിസ്റ്റലിനകത്തൂടെ ഇതിനെ കടത്തിവിടുമ്പോഴാണ്, ഈ ലൈറ്റിനെ കടത്തിവിടുമ്പോഴാണ്, പോളറൈസ്ഡ് ലൈറ്റിനെ കടത്തിവിടുമ്പോഴാണ് LCDയിൽ ഇമേജസ് തെളിഞ്ഞ് വരുന്നത്. ഇതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, CRT മോണിറ്ററുകൾ എന്ന് പറയുന്നത് ഒരു വലിയ ഭീമാകാരന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ ഭീമാകാരൻ എന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിലും താരതമ്യേന സൈസ് വലിയതായിട്ടുള്ള ഒരു മോണിറ്ററാണ് CRT മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കോമ്പാക്റ്റാണ്, അല്ലെങ്കിൽ വളരെ ചെറുതാണ്. കൂടാതെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതിന് ഈ LCD മോണിറ്റേഴ്സിന് CRT മോണിറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെയ്റ്റ് വളരെയധികം കുറവാണ്. വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ് LCD മോണിറ്റേഴ്സിന് CRTയുമായിട്ടുള്ള കമ്പാരിസണിൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, CRT മോണിറ്റേഴ്സ് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യും, പക്ഷേ LCD മോണിറ്റേഴ്സ് വളരെ കുറച്ച് പവർ മാത്രമേ കൺസ്യൂം ചെയ്യൂ. അതുകൂടാതെ തന്നെ ഈ ഇമേജസ് CRT മോണിറ്ററിൽ
ഫ്ലിക്കർ ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ്. ഫ്ലിക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാതെ വെട്ടി കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഫ്ലിക്കറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലിക്കറിംഗ് CRT മോണിറ്റേഴ്സിൽ കൂടുതലാണ്. പക്ഷേ LCD മോണിറ്റേഴ്സിൽ ഫ്ലിക്കറിംഗ് വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇല്ല എന്ന് തന്നെ പറയുന്ന തരത്തിലുള്ള അത്രത്തോളം കുറവാണ് LCD മോണിറ്ററിൽ ഫ്ലിക്കറിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിനുണ്ടെങ്കിലും ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം CRT മോണിറ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ വളരെയധികം അഫോർഡബിളാണ്, ലോ കോസ്റ്റ് ടെക്നോളജിയാണ്. പക്ഷേ ഇത് കുറേ കൂടെ ഹൈ കോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ എക്സ്പെൻസീവാണ് ഇത്തരം മോണിറ്റേഴ്സ് വാങ്ങാനായിട്ട്. കുറച്ച് കൂടുതൽ കാശ് മുടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം മോണിറ്റേഴ്സ് വാങ്ങുവാനായിട്ട് കഴിയുകയുള്ളൂ. കൂടാതെ നമ്മളൊരു ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മോണിറ്റർ ഉണ്ടല്ലോ, ഇത് നേരെ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ ഇമേജ് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇത് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് നിന്ന് നോക്കുകയോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് ഈ LCD മോണിറ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമേജ് അത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാകുകയില്ല. പക്ഷേ CRT മോണിറ്ററിൽ അങ്ങനെയല്ല. നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും, എങ്ങനെ നോക്കിയാലും ശരി തന്നെ, നേരെ നോക്കിയാലും ചരിഞ്ഞ് നോക്കിയാലും മേളിൽ നിന്ന് നോക്കിയാലും താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാലും ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും CRT മോണിറ്ററിൽ ഒരേ തരത്തിലുള്ള പിക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ക്വാളിറ്റിയിലോ ക്ലാരിറ്റിയിലോ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഈ LCD മോണിറ്ററിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മാത്രം കറക്റ്റ് ഇമേജ് കാണാൻ പറ്റും. എന്നാൽ ഒരു ആംഗിളിൽ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കോ താഴെ നിന്ന് മുകളിലോട്ടോ ഇങ്ങനെ നോക്കുകയാണെങ്കിലും അതിൻ്റെ ആംഗിളിൽ വേരിയേഷൻ വരും. ഇത്തരം ആംഗിളിൽ വേരിയേഷൻ വരുന്ന സമയത്ത്, വ്യൂവിങ് ആംഗിളിൽ വേരിയേഷൻ വരുന്ന സമയത്ത് ഈ ഇമേജസ് അത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാനായിട്ട് കഴിയുകയില്ല. അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കൂടാതെ LCD മോണിറ്ററിൻ്റെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ റെസൊല്യൂഷൻ ഫിക്സ്ഡ് ആണ്. ഇതിൽ കൂടുതൽ ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ് നമുക്കൊരിക്കലും LCD മോണിറ്ററിൽ കാണാൻ പറ്റത്തില്ല. ലോവർ റെസൊല്യൂഷൻ പിക്ചറും LCD മോണിറ്ററിൽ കാണാനായിട്ട് പറ്റത്തില്ല. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വാളിറ്റിയുള്ള വീഡിയോ നമ്മൾ പ്ലേ ചെയ്താലും LCD മോണിറ്ററിൽ കൂടെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റിക്ക് നമുക്കൊരു വ്യത്യാസവും വ്യൂവിങ്ങിൽ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. കാരണം ഫിക്സഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഫിക്സഡ് റെസൊല്യൂഷനിലുള്ള ഇമേജസ് മാത്രമേ നമുക്ക് LCD മോണിറ്ററിൽ കാണാനായിട്ട് പറ്റത്തുള്ളൂ. മൂന്നാമത്തെ തരം മോണിറ്ററാണ് LED മോണിറ്റേഴ്സ്. LED എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് നമുക്ക് LED വളരെയധികം സാധാരണമാണ്, വളരെയധികം സുലഭമായിട്ട് കിട്ടുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് അതിൻ്റെ പേര്. LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് LED ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള LED ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മോണിറ്റേഴ്സാണ് LED മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊരു ടൈപ്പ് മോണിറ്ററിനേക്കാൾ പവർ കൺസംഷൻ കുറവാണ്. കൂടാതെ ഇമേജ് ക്വാളിറ്റി CRT മോണിറ്ററിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന തരത്തിലുള്ള ഇമേജ് ക്വാളിറ്റി LED മോണിറ്ററുകൾക്കും ലഭിക്കും. LCD മോണിറ്ററിൽ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് ക്വാളിറ്റിക്ക് വ്യത്യാസം വരും. പക്ഷേ LED മോണിറ്റേഴ്സിന് ഈ ആംഗിൾ ഡിഫറൻസ് ഒരു പ്രശ്നമേ അല്ല. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നമുക്ക് LED മോണിറ്ററിൽ CRT മോണിറ്ററിൽ കാണുന്നത് പോലെ മികവാർന്ന ഇമേജസ് നമുക്ക് LED TVയിലും അല്ലെങ്കിൽ LED മോണിറ്ററിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. LEDക്ക് കൂടുതൽ ലൈഫുണ്ട്, അതായത് വളരെ പെട്ടെന്ന് ഇത് കേടായി പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ കാലം നിലനിൽക്കും. മാത്രമല്ല ഹീറ്റ് ജനറേഷൻ അല്ലെങ്കിൽ പവർ ലോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ചൂടാകും, പക്ഷേ എങ്കിലും ഈ ചൂടാകൽ താരതമ്യേന കുറവാണ്. CRTയേക്കാളും LCDയേക്കാളും LEDക്ക് ഈ പവർ കൺസംഷൻ കുറവാണ്. അതിന് കാരണം കൂടുതൽ സ്റ്റേബിളാണ്. അതുപോലെ തന്നെ ഹീറ്റ് ജനറേഷനും വളരെയധികം കുറവാണ്.